പറഞ്ഞോ ഒന്ന് പറയാന്ന് പ്ലീസ്. ഇല്ല, ഞാൻ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. നിങ്ങൾ ആ വാട്സപ്പ് നമ്പർ ഇങ്ങോട്ട് പറ. ആ ഞാൻ എത്ര തവണയായി ചോദിക്കണത്, നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ വിളിക്കാം അങ്ങോട്ട്. ശരി. ആരായിരുന്നു ചേട്ടാ അത്? എടി നമ്മുടെ മുത്തശ്ശി ഐസിയുല് കിടക്കണല്ലോ, അപ്പൊ ഐസിയുലെ നേഴ്സിനെ ഞാനൊന്ന് വിളിച്ചതാണ്. എന്നിട്ട് മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്നാ പറഞ്ഞേ? അയ്യോ, അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. പിന്നെ നിങ്ങൾ എന്തോ ചോദിച്ചതെല്ലാം? ആ നേഴ്സിന്റെ വാട്സപ്പ് നമ്പർ. ചേട്ടാ എടി ആ ഉദ്ദേശത്തോടെ അല്ല, ആ നേഴ്സിനെ ആ ഐസിയുല് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ റേഞ്ചില്ല, കിട്ടാറില്ല. അപ്പൊ ആ വാട്സപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാല് റേഞ്ച് കൊടുത്ത് അത് കയറി കൊണ്ടോളും. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. നിങ്ങളുടെ ഈ പന്ന സ്വഭാവം കാരണം ഉണ്ടല്ലോ ഞാൻ എന്റെ പാട്ടിന് ഇറങ്ങിപ്പോ. പിന്നെ ഇവിടെ പാട്ടുകാർക്ക് സ്റ്റേജ് ഇല്ല, അതിന്റെ ഇടക്കാണ് അവള് പാട്ടുമായിട്ട് ഇറങ്ങണത്. അയ്യോ, പാട്ടുപാട്ട് ഇറങ്ങുമെന്നല്ല, ഗാനമേളയ്ക്ക് പോകുന്നല്ല. നിങ്ങളുടെ ദേഹത്തെ ചവിട്ട് നാടകമോ ചെയ്യണ്ട? ചവിട്ട് നാടകം. നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്ത് വിഷുവാണെന്ന്? അതാ എനിക്കിപ്പോ ചോദിക്കാനുള്ള അതാ. വിഷുവായിട്ട് നിങ്ങൾ ഇന്നിപ്പോ നിന്നാ മതിയോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു മയിൽപ്പീലിയും തിരികെ വെച്ചിട്ട് ഉടക്കൊള്ളും വെച്ചിട്ട് ശ്രീകൃഷ്ണനായിട്ട് ഇങ്ങനെ നിൽക്കണോ? അയ്യോ, അതിപ്പോ മേക്കപ്പിന്റെ കുറവുണ്ടെന്നല്ലേ ഉള്ളു. തനി കൃഷ്ണൻ തന്നെ. എടി നീ അങ്ങനെ ഒച്ചാക്കിയൊന്നും വേണ്ട. എന്റെ ചെറുപ്പത്തിലെ എന്റെ കല്യാണത്തിന് മുമ്പ് എന്നെ കാണാനായിട്ട് ഈ വീട്ടുമുറ്റത്ത് വിഷുവിന്റെ എന്താ എത്ര പേര് വന്ന് കൊതിർന്നറിയാമോ? എന്താ നിങ്ങളുടെ അച്ഛൻ പടക്ക കച്ചവടം നടത്തിയിരുന്നു? അതൊന്നും അല്ല. ബിവറേജ് നിങ്ങളുടെ വീടിന്റെ ആയിരുന്നു. എടി അതല്ലെന്ന്. പിന്നെ എന്താണെന്ന്? എന്നെ കണി കാണാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് വിഷു കൈ നീട്ടം മേടിക്കാനും വേണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് കൊരുത്. അയ്യോ, 2 കൊല്ലം മുമ്പ് എനിക്കൊരു കൈനീട്ടം തന്നാണേ. 2 വർഷം ഞാൻ ഈ വീടിനകത്ത് ഇരുന്ന്. അതെന്റെ കുഴപ്പമല്ല, കൊറോണ കുഴപ്പമാണ്. അതെല്ലാരും വീട്ടിൽ കയറി ഇരുന്ന് ലോക്ക്ഡൌൺ കാരണം. അത് എന്റെ തല കെട്ടി വെക്കല്ലേ നീ? എന്താടാ? എന്താണ് എന്താണ് പരിപാടി? അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണ? ഇല്ലടാ, നമുക്ക് വിഷു ഒന്നും ഇല്ലടാ. ആ മുത്തശ്ശി ഐസിയുല് കിടക്കല്ലടാ. എത്ര ദിവസം അങ്ങടില്ല ഇങ്ങടില്ലാതെ കിടക്കല്ലേ? അത് അങ്ങനെ മുത്തശ്ശി ആശുപത്രിയില്ലേ? നമ്മളിവിടെ അല്ലേ അടിച്ചുപൊളി ഇവിടെ അല്ലേ വരണ്ടേ? എന്നാലും നമ്മളെ വളർത്തി വലുതാക്കിയ മുത്തശ്ശി അങ്ങനെ വയ്യാതെ ഐസിയു കിടക്കുമ്പോ നമ്മളെങ്ങനെയാടാ ആഘോഷിക്കുന്നത്? ഞാനിപ്പോ അത് നോക്കല്ലേ, ഞാനിപ്പോ രാവിലെ പോയിട്ട് ഒരു ട്രീ ഒരുക്കണം, പിന്നെ ഈ സ്റ്റാർ ഒരെണ്ണം മേടിക്കണം, പിന്നെ ഒരു കേക്ക് മേടിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയായിട്ടിരിക്കുക. നീ ഇപ്പോഴും ക്രിസ്മസ് ആഘോഷിച്ച് ഡിസംബറിൽ തന്നെ നിൽക്കണ? എടാ, അതൊക്കെ കഴിഞ്ഞു പോയി. നീ മാർച്ച് ചെയ്ത് ഏപ്രിലേക്ക് പോവാ. ഇത് വിഷുവാണ്. വിഷുവാണോ? നീ 1-ാം തീയതി കയറാൻ വേണ്ടി വന്നതാണാ? 1-ാം തീയതി ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞ ക്രിസ്മസിന്റെ മൈൻഡിൽ നിൽക്കുക. ഞാന് ക്രിസ്മസ് വിട്ടു. ഇത് വിഷുവാണ്. വിഷുവാണ്. വിഷു അടിച്ചു പൊളിക്കട്ടെ. 1-ാം തീയതി കയറണല്ലേ നീ? 1-ാം തീയതി കയറുള്ള പരിപാടി നിർത്തി. 1-ാം തീയതി കയറാൻ വേണ്ടി മറ്റേ ഒരു ചേച്ചി, നമ്മുടെ വീടിനടുത്ത് ചേച്ചി താമസിക്കാൻ വന്നല്ലോ, അവിടെ പോയി ഞാൻ 1-ാം തീയതി കയറിയെന്ന് പറഞ്ഞില്ലേ? ഇല്ല. അവിടെ ചെന്ന് 1-ാം തീയതി കയറി. എന്റെ പൊന്നെ, നാട്ടുകാരെല്ലാം കൂടെ എന്നെ പിടിച്ചിട്ട് ഇടിച്ചെന്ന്. ഈ ചേച്ചിയുടെ ജാരനാന്നും പറഞ്ഞോണ്ട്. ശരിക്കും അവിടെ ആരായിരുന്നു? അവിടെ രാജൻ എന്ന് പറഞ്ഞ ഒരാള് ജാരനായിട്ടുണ്ട്. പക്ഷെ ഞാനാണ് ജാരൻ എന്ന് പറഞ്ഞോണ്ട് ഈ കൂടുന്ന നാട്ടുകാർ മൊത്തം എന്നെ ഇടിക്കുക. അല്ലടാ, രാജൻ നീ പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല. ഞാൻ ഇടി കൊള്ളുമ്പോ ഇതിനകത്തൊരു ജാരനുണ്ട്. അതാരായിരുന്നു? അത് രാജൻ. അപ്പൊ ജാരനാണെന്ന് പറഞ്ഞു? അത് ഞാൻ. ഈ ജാരന എന്നെ ഇടിച്ചു. നാട്ടുകാര് ജാരനാന്ന് പറഞ്ഞ് എന്നെ ഇടിക്കുന്നു. ശരിക്കും അകത്താരായിരുന്നു? അകത്ത് രാജൻ. അപ്പൊ നീ പറഞ്ഞു ജാരനാണെന്ന് പറഞ്ഞു? ഓ, ചേച്ചിയുടെ ജാരനാണ് ഈ രാജൻ. അപ്പൊ നീ ആരായിരുന്നു? ഞാൻ അവിടെ 1-ാം തീയതി ചെന്നു. ഞാനത് പറഞ്ഞില്ല, വിട്ടു. 1-ാം തീയതി കേട്ടില്ല, നിർത്തി. അതോടുകൂടി ഇപ്പൊ 1-ാം തീയതി കയറിൽ നിർത്തി. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ വരും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആ പ്ലാവ് 2 ചക്ക തിന്നായിരുന്നല്ലോ, ഒരെണ്ണം ഇപ്പൊ ഉള്ളല്ലോ. അത് ഇന്നലെ ഞാൻ ഇട്ടായിരുന്നു. അത് പറയാനും കിട്ടുപോയി. ഒരെണ്ണം ഞാൻ എടുത്തോട്ടെ? നീ ആ കൃഷ്ണന്റെ വിഗ്രഹം എടുത്തോളുമ്പോ ഒന്നും നിങ്ങൾ തരുന്നില്ല. നിങ്ങളൊരു മുതലാളി സ്വഭാവം കേട്ടോ എപ്പോഴും. നീ പോടാ. അയലത്തുകാർക്ക് ഒരു സാധനം കൊടുക്കത്തില്ല നിങ്ങൾ. കടിച്ചു മാറ്റുന്ന സ്വഭാവം. ഭയങ്കര അർക്കീസാണ്ട്. ഒരു സാധനം കാശ് കൊടുത്ത് മേടിച്ചാ മുത്തശ്ശി ഒന്ന് വിളിച്ചു നോക്ക്. അതെ, അവിടെ എടി നല്ല ആളാണ്ടോ നീ? നമ്മുടെ മുത്തശ്ശി വയ്യാണ്ട് കിടന്നിട്ട് എത്ര ദിവസമായി വിളിച്ചു പറഞ്ഞിട്ട് നീ ഇന്നലെ വരാന്ന് പറഞ്ഞാണ്, എന്നിട്ട് ഇപ്പഴാണ് വരുന്നത്. അളിയന്റെ സ്വഭാവം നിങ്ങക്ക് അറിയാൻ പാടില്ലേ? പണ്ടേ അറിയാം പന്ന സ്വഭാവം. അളിയൻ എന്താ കാണിച്ചത്? അതെ, ഇപ്പൊ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പോണേനും പോരാ. ഇങ്ങനെ വേറെ എടാ, ഞങ്ങൾ ഇന്നലെ ബസ് സ്റ്റോപ്പ് വരെ വന്നിട്ട് 2 പേരും കൂടി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞങ്ങള് നിന്നതിന്റെ കുറച്ച് മുന്നോട്ട് കയറ്റി ബസ് നിർത്തി. ബസ് അവഹേളിച്ചെന്ന് പറഞ്ഞ അളിയൻ എന്നെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോയി. ഇന്നിപ്പോ ഒരു കണക്കിന് ഞാൻ പറഞ്ഞൊപ്പിച്ച് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവന്ന്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ബസ് നിർത്തിയ സ്ഥലത്ത് പോയിന്ന്. ബസ്സുകാർ ഇന്ന് കറക്റ്റ് ബസ് സ്റ്റോപ്പ് നിർത്തിയേക്കണം. ഇല്ല, ഞാൻ അങ്ങനെ അവഹേളിച്ച് ഇങ്ങോട്ട് വന്നു. വേണമെങ്കിൽ വരട്ടെ. നീ പട്ടിയായിട്ടാണോ വന്നത്? അല്ല, പിന്നെ ആരാ കിടക്കണത്? അതങ്ങനായിരിക്കും, അളിയനായിരിക്കും. അതങ്ങനെ കൃത്യമായിട്ട് അറിയാം. അതേത് പാതിരാത്രി കേട്ടാലും എനിക്ക് മനസ്സിലാവും. ഇതെന്തോന്നത് പടക്കക്കട മൊത്തത്തോടെ വരുന്നുണ്ടല്ലോ. വിഷു അല്ലളിയാ, എന്താണിത്? പൊളിച്ചേക്കാന്ന് കരുതി. ഇത് ആരെങ്കിലും ഒരു തീപ്പെട്ടി കമ്പ് കുറച്ചിട്ടിരുന്നെങ്കിൽ അളിയെന്ന് കത്തിയാനായിരുന്നല്ല. പടക്കം എന്ന് പറഞ്ഞ എന്റെ ഒരു വീക്ക്നെസ്.
അളിയ ഇത് പടക്കം നാടനാണ് ചൈനയാണിത്? ഇത് നാടനും ചൈനയൊന്നുമല്ല. നാടൻ ചൈനയൊക്കെ ചീറ്റി പോകില്ല അളിയാ. നോ ഗ്യാരണ്ടി ഒക്കെ വാറണ്ടിയാണ്. ഇതൊന്നും പറഞ്ഞാൽ ഉക്രൈൻ്റെ സാധനമുണ്ട്. ഉക്രൈൻ്റെ പൊട്ടിയെടുത്ത് അറിയും, വിവരം അറിയും. അളിയ അപ്പൊ അളിയന് ഈ വീട് തകർക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്താളിയാ വിഷു അല്ല വന്നത്? മേടമാസത്തിലെ വിഷു എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ മുമ്പിൽ ആ കണി വെച്ചിട്ട് ആ പപ്പടം മുഴം പായസമൊക്കെ കൂട്ടി ഒരു വെടിയൊക്കെ നടത്തിയില്ലെങ്കിൽ പിന്നെ എന്താ? അല്ലളിയ ഇവിടത്തെ അവസ്ഥ അളിയനെ അറിഞ്ഞൂടെ? എന്താണ്? മുത്തശ്ശി കിടക്കല്ലേ? മുത്തേച്ചി മൂത്തേച്ചി അല്ല, മുത്തശ്ശി ഐസിയുലല്ലേ, വയ്യാതെ കിടക്കല്ലേ. ആ നേരത്ത് നമ്മൾ പടക്കം പൊട്ടിക്കണ ആഹാ ആരൊക്കെ വന്നേക്കുന്നേ? അടിച്ചു പൊളിക്കും നമ്മളിന്ന്. ഇത് അപ്പുറത്തെ വീട്ടിൽ വാടക താമസിക്കണ 2 മാസമായിട്ടുള്ളത്. അല്ല അവൻ ചുമ്മാ ഇടക്കിടക്ക് വരുമോ? കുറെ സാധനം ഉണ്ടല്ലോ, എനിക്ക് 2-3 പടക്കം തരണം. ഇതേ എന്റെ കുടുംബത്തിന് എന്റെ കുടുംബക്കാരുടെ ഇടയിൽ എന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പടക്കുക. അത് ഇവിടെ ഇട്ട് പൊട്ടിക്കാനുള്ള പടക്കുക. അല്ല അത് നമ്മളെ വീട്ടിലൂടെ 2 പൊട്ടിക്കല്ലോ. എന്റെ വീട്ടിൽ പൊടിക്കണേ, നീ കാശ് കൊടുത്ത് പിടിച്ച് പൊടിക്കടാ. ഈ മുതലാളിത്ത സ്വഭാവം ഒന്ന് മാറ്റണം കേട്ടോ. ഇച്ചിരി സോഷ്യലിസം വേണം, ഇച്ചിരി പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അങ്ങനെ ഒരു രീതിയൊക്കെ വേണം. എന്തായാലും നിൽക്കാൻ ആ പടക്കൂല ദീപോ. മേടിക്കും കേട്ടോ പടക്കം. മനസ്സ് സംഘർഷത്തിൽ നിൽക്കുമ്പോഴാണ് അവനെ പടക്കത്തും മേടിക്കും ഞാൻ പടക്കം വന്നത്. അളിയാ എന്തായാലും പടക്കം പൊട്ടിക്കൽ മുത്തശ്ശി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമുക്ക് വൈകിട്ട് അതിന്റെ ഒരു തീരുമാനമൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് പടക്കമൊക്കെ പൊട്ടിച്ചാൽ മതി. ഇപ്പൊ പൊട്ടിക്കാൻ നിൽക്കണം. അല്ല ഇവിടെ ഇട്ട് പൊട്ടിച്ച് 2 പടക്കം പൊട്ടിച്ചാണ്. ഇപ്പൊ പൊട്ടിക്കണ്ട അളിയാ. ഞാൻ വന്നൊന്നും അറിയിക്കണ്ട അളിയാ. അളിയ എന്റെ മുത്തശ്ശിയാണ് അളിയ, എന്നെ വളർത്തി വലുതാക്കി എന്റെ മുത്തശ്ശിയാണ്. അറിയാതെ ചേട്ടാ ഞാൻ മുറി പൊട്ടിയിട്ട് മുറിക്കാത്തിട്ട് ഒരു പാൽപ്പടക്കം പൊട്ടിച്ചോട്ടെ. അളിയ വൈകിട്ട് പൊട്ടിക്ക. അളിയൻ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. എന്റെ മനസ്സിന്റെ ഒരു സന്തോഷം. ഇന്ന് വരെ എല്ലാ വിഷുവിനും നമ്മൾ ഇവിടെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നെന്നറിയിക്കാനെങ്കിലും ഈ ഓലപ്പടക്കമെങ്കിലും ഒന്ന് പൊട്ടിച്ചേട്ടെ. അളിയ വേണ്ട അളിയാ. ഹോസ്പിറ്റലിൽ നിന്നാണ് നേഴ്സാ വിളിക്കണത്. മുത്തശ്ശി വന്നതിന് മുമ്പ് ഒരു ചെറിയ പടക്കം പൊട്ടിച്ചോട്ടെ. മിണ്ടല്ലേ, നേഴ്സ് വിളിക്കണം. ആ സിസ്റ്ററെ വാട്സാപ്പ് അല്ലേ? കമ്പിത്തിരി ഉറ കത്തിച്ചോട്ടെ. അരെ ഒരു മേശപ്പ് ആണെങ്കിലോ? മുത്തശ്ശി പോയാ? അയ്യോ 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 എന്തായാലും മുത്തശ്ശി മരിച്ചു. ഒരു ആചാരപടി പൊട്ടിച്ചാലോ? ആൾക്കാർ മരിക്കാൻ നേരത്തെ ഒരു ആചാരപടി കൊടുക്കും. ഇവിടെ പടക്കം എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് മിണ്ടരുത്. എന്റെ മുത്തശ്ശി അവിടെ മരിച്ചു. എന്താ ഭയങ്കര ബഹളം കരച്ചിലും ഒച്ച. ഞങ്ങളുടെ മുത്തശ്ശി പോയടാ, മരിച്ചു പോയടാ. മരിച്ചു പോയി. അങ്ങനെ വിഷമില്ല അളിയാ. ആ പടക്കം അങ്ങ് കൊടുക്കളയാ. നമുക്ക് വേണ്ടളിയാ. അങ്ങോട്ട് പൊട്ടിക്കട്ടെ. മരണ വീടല്ലേ, ഇവിടെ ഇനി പടക്കം പൊട്ടിക്കാൻ പറ്റത്തില്ല. പറ്റില്ല, കൊടുക്ക്. എന്താ കല്യാണം കഴിച്ചോട് വരുന്ന സമയത്ത് എന്നെ പൊന്നുപോലെ നോക്കിയതാണേ. മുത്തശ്ശി പോലെ ഞാൻ പറട്ടെ. അയ്യോ കരയല്ലേ നാത്തൂനെ, സാരമില്ല നാത്തൂനെ. എന്നാലും കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ ഇട്ടിട്ട് പോലെ. എന്റെ അച്ഛനമ്മ എന്റെ 8ാം വയസ്സിൽ എന്നിട്ടു പോയതാ. പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നു എന്റെ മുത്തശ്ശിയാ. എന്തായാലും പ്രായമായവര് മരിക്കും. പോളിയാ. ഞാൻ പറഞ്ഞതാണ് അപ്പഴേ. അളികൾ ഒറ്റ ഒരുത്തരാണ് ആ പടക്കം ഇന്ന് മേടിച്ചു കൊടുത്തത്. ഞാൻ ആദ്യം വന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് വലിയ പുച്ഛമായിരുന്നല്ലോ. അവിടെ പൊട്ടിയാലും ഇവിടെ പൊട്ടിയാലും പടക്കം പടക്കമല്ലേ? ദൈവം ഇത് പോടാ. എന്റെ മുത്തശ്ശിയാടാ ഇവിടെ മരിച്ചു. ഈ പൊട്ടിക്കുമ്പോ എന്റെ ചങ്കാടാ പൊട്ടത്. ഇല്ലാത്ത കാശുണ്ടാക്കി. ഞാനിപ്പോ എവിടെ നിർത്തിയേ? എന്റെ പടക്കം കൊണ്ട് അവൻ പോയി. ആ സമയത്ത് നീ മുത്തശ്ശിയുടെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അയ്യോ എനിക്കൊന്ന് കാണണ്ട എന്റെ മുത്തശ്ശി. എനിക്കൊന്ന് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും ബോഡി. രാജാരപിടിയെങ്കിലും വെക്കണമെന്ന് കരുതിയതാ. ഞാനേ കണ്ടുള്ളൂ. ഞാനും കണ്ടല്ലോ. ഞാനും കണ്ട്. കണ്ടോ? ഞാനും കണ്ട്. ഞാനും കണ്ട്. എല്ലാവർക്കും കാണാവോ? അതാ അയ്യോ മാറിയേട്ടാ. അയ്യോ ഇതാണ് ഞാൻ പറയണത്. നമ്മളെ വിട്ടു പോകില്ല. ആത്മാവെന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. മുത്തശ്ശി അയ്യോ ഇതെന്താ മക്കളെ ഒരുമാതിരി മരിച്ച ആളുകളോട് പെരുമാറുന്ന കണക്ക് നിങ്ങൾ പെരുമാറുന്നത്? അപ്പൊ മുത്തശ്ശി ചത്തില്ലേ? അതെങ്ങനെയാടാ ഞാൻ ചാവുന്നത്? അത് കൊള്ളാം. അപ്പൊ ആശുപത്രിയിലോട്ട് വിളിച്ചു പറഞ്ഞപ്പോ നേഴ്സ് പറഞ്ഞല്ലേ മുത്തശ്ശി പോയിട്ട്.
എടാ നല്ലൊരു ദിവസം വിഷു ആയിട്ട് ഞാൻ അവിടെ കിടന്ന് ചത്ത നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിഷു ആഘോഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ തന്നെയല്ലടാ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി അവരെന്നെ ഓക്സിജൻ സിലിണ്ടർ വെറുതെ വെച്ച് കിടത്തിയതാ. അത് മാറ്റിയിട്ട് ഞാൻ ശ്വാസം വലിച്ചപ്പോഴേ എനിക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോന്ന് വരുന്ന വഴി കൃഷ്ണന്റെ അമ്പലത്തിൽ കയറി തലയ്ക്കുഴിഞ്ഞ് 1 രൂപയും ഇട്ട് എൻ്റെ മക്കളുടെ അടുക്കലേക്ക് പോന്ന്. വിഷു ആയിട്ട് ഇത്തിരി പായസവും കൂട്ടി ഇച്ചിരി ചോറും ഇച്ചിരി പടക്കമൊക്കെ ഇല്ലാതെ ഈ മുത്തശ്ശിക്ക് എന്താ പാടാ ഒരു എന്റെ പടക്കം പോയി. ഇത് നമുക്ക് ആഘോഷിക്കാം. വിഷു നീ ഒന്ന് വിളിച്ചു പറ, 2 പടക്കം എനിക്ക് വരാൻ പറ. ഒരു പ്രശ്നമില്ല, നമുക്ക് ആഘോഷിക്കാൻ. പടക്കം എത്ര വേണമെങ്കിലും. ഒരു കാര്യം ചെയ്യട്ടെ, ഈ സന്തോഷത്തിന്റെ പുറത്ത് അവന്റെ ഇന്ന് രണ്ട് കുണ്ട് കഴിച്ച് ഞാൻ എന്തെങ്കിലും പൊട്ടിക്കട്ടെ. കാണിക്കരുത്. 2 കുണ്ട് ഞാൻ പൊട്ടിക്കട്ടെ. ചേട്ടൻ മേടിക്കേട്ടാ. എടാ മക്കളെ പോയെന്ന് പറഞ്ഞതേ അമ്മച്ചി അവിടെ ചെന്നപ്പോഴേ നിങ്ങൾ വന്ന് വിഷമിക്കരുതല്ലോ തിരക്ക്. അതുകൊണ്ട് നേഴ്സിനോട് ഞാനാ പറഞ്ഞ അവര് വന്ന് തിരക്കുവാണ് ഞാൻ പോയെന്ന് പറഞ്ഞേക്കാൻ വിചാരിച്ചു എന്നറിയോ. മുത്തശ്ശിയുടെ 16 അടിയന്തരം വരെ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. എന്ത് കരച്ചിലായിരുന്നറിയോ നാത്തൂൻ? മുത്തശ്ശി അങ്ങനെ നിങ്ങളെ വിട്ടിട്ട് പോകുമോ മക്കളെ? എങ്ങനെയാണ് മുത്തശ്ശി എന്റെ പടക്കം? 5 വേണമെന്നാ? എടാ 5 പൊട്ടിക്കാൻ. 5 എടുത്തരാ. അളിയാ, 5 നമ്പർ മാറ്റി 4 മതി എന്നാ. അളിയാ 3 മതി. 3 2 എത്ര വേണേ പൊട്ടിക്കാം? അളിയാ 1 2